തരമുണ്ട്. സൗമുൽ ഉമൂം, സൗമുൽ ഖുസൂസ്, സൗമു ഖുസൂസുൽ ഖുസൂസ്. ഇത് മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാക്കുകളാണ്. എന്നാൽ മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ അവിടുത്തെ സിറുൽ അസ്റാറിൽ പറയുന്നത് സൗമു ശരീഅ, സൗമു ത്വരീഖ, സൗമുൽ ഹഖീഖ. ശരീഅത്തിലെ നോമ്പ്, ത്വരീഖത്തിലെ നോമ്പ്, ഹഖീഖത്തിലെത്തിയ ആളുകളെ നോമ്പ്. ആദ്യം പറഞ്ഞ സൗമുൽ ഉമൂം, അതാണ് ശരീഅത്തിൻ്റെ നോമ്പ്, സാധാരണക്കാരുടെ നോമ്പ്. അത് സുബഹി മുതൽ മഗ്രിബ് വരെ എന്ന സമയം നിശ്ചയിക്കപ്പെട്ട നോമ്പാണ്. അത്രയും സമയം ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ശരീഅത്തിൻ്റെ നോമ്പായി. അതിലെ നോമ്പ് തുറക്കുന്നത് മഗ്രിബിൻ്റെ സമയമാണ്. എന്നാൽ ത്വരീഖത്തിൻ്റെ നോമ്പ് അങ്ങനെയല്ല. അത് വെറും ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല, മറ്റെല്ലാ അവയവങ്ങളെയും, എത്രത്തോളം വന്നാൽ ഹൃദയത്തിൻ്റെ ബാത്തിനിയായ ആന്തരികമായ രോഗങ്ങൾ, കിബിർ, ഹസദ്, ഉജ്ബ് പോലുള്ള ആ രോഗങ്ങൾ പോലും മാറുന്ന വിധം നോമ്പെടുക്കലാണ്. അപ്പോൾ ത്വരീഖത്തിലെ നോമ്പിന് സുബഹി മുതൽ മഗ്രിബ് വരെ എന്നുള്ള ഒരു സമയം ഇല്ല. അത് കാലാകാലം, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവന് നോമ്പായിരിക്കണം. അതാണ് ത്വരീഖത്തിലെ നോമ്പ് എന്നാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ത്വരീഖത്തിൻ്റെ നോമ്പ് എന്ന് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ പരിചയപ്പെടുത്തുന്നത് അത് ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനും നോമ്പുകാരനായി കഴിയലാണ്, അഥവാ തിന്മകളിൽ നിന്നും മാറി നിൽക്കലാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളും ഗസാലി ഇമാമും ഒക്കെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ നോമ്പ് എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കലാണ്, വെറും ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കലല്ല. അത് സുബഹി മുതൽ മഗ്രിബ് വരെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കൽ അത് ശരീഅത്തിലെ നിയമമാണ്. അതുകൊണ്ട് മാത്രമായില്ല, റമളാൻ മാസം മാത്രം അല്ല, ജീവിതം മുഴുവനും തിന്മകൾ ഒഴിവാക്കി ഷഹവാത്തുകളെ, ശരീരേച്ഛകളെ നിയന്ത്രിച്ച് മനസ്സിനെ ശുദ്ധിയാക്കി അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ത്വരീഖത്തുകാരൻ്റെ നോമ്പ് എന്ന് പറയുന്നത്. മഹാനായ ഷെയ്ഖുന ഖുതുബുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിർ ചിശ്തി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലൈഹി, മഹാനായ ഷെയ്ഖ് വസയ്യിദി മൗലാന നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിർ ചിശ്തി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലൈഹി, മഹാനവറുകളുടെയും ഖദമിലായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ സുബഹിക്ക് തുടങ്ങി മഗ്രിബിന് അവസാനിപ്പിക്കേണ്ട നോമ്പല്ല. ജീവിതകാലം മുഴുവനും അവരുടെ തൃപ്തിയിലായി, അവരുടെ പൊരുത്തത്തിലായി ജീവിക്കേണ്ട നോമ്പാണ് ഒരു ത്വരീഖത്തുകാരൻ്റെ നോമ്പ്. അള്ളാഹു ആ നിലയ്ക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ, മഹാന്മാരെ സന്തോഷിപ്പിക്കാൻ, അതിലൂടെ അവരുടെ തിരുനോട്ടവും അവരുടെ ഫുയുലാത്ത് ബറക്കാത്തുകൾ ലഭ്യമായി അവിടുത്തെ ഇഷ്ടപ്പെട്ട മുരീദുമാരായി അവിടുന്ന് ഓഫർ ചെയ്യുന്ന പുഞ്ചിരി മരണം വരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.